ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2020 നടന്ന ഹിന്ദി എക്സാമിനെ കുറിച്ചാണ്. ഇതിനകത്ത് 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്, 40 മാർക്കാണുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഡുഡലി തോ പരായി എന്ന ചാപ്റ്ററിലെയാണ്. ഇതിനകത്ത് ഡുഡലി രോനെ ലഗി ക്യോ, എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. കാർഡിൽ എന്തില്ല, ഡുഡലീൻ്റെ പേരില്ല, അതായത് സി ഓപ്ഷനാണ് കറക്റ്റ്. അടുത്തത് മാംനെ ഡുഡലി സെ അപ്ന പേർ കൈസ പ്രകട് കിയ. സിമ്പിളാണ്. എങ്ങനെയാണ് കാർഡിൽ പേര് എഴുതിച്ചത്. അത് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഏ അക്ഷർ ചപ്പായി ജൈസ നെഹീദേ, അതിന് തൊട്ട് മുമ്പ് അമ്മ കൈകൊണ്ട് എഴുതിച്ചു എന്നാണ് പറയുന്നത്. തബി മാംനെ അപ്നെ ഹാത്ത് സെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചാപ്റ്റർ വായിച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ഡയറി എഴുതാനും ഓർ ക്വസ്റ്റ്യനിൽ കത്തെഴുതാനുമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് സബ്സെ ബഡാ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിനകത്ത് മാനേജർ ചാർലി കോ സ്റ്റേജ് പർ ബോജ്നെ കേലിയെ ക്യോം ജിന്ദ കർണ ലഗ, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർബന്ധിച്ച് വിടുന്നത് എന്ന് ചോദിച്ചേക്കുന്നത്. കാരണം എന്താ, ഇതിനകത്ത് അമ്മേൻ്റെ സൗണ്ട് ഓൾറെഡി ഇടറിയിട്ടുണ്ട്. കൂടാതെ മാനേജറിനെ ചാർലിക്ക് അഭിനയ ദേക്കാഥ. സി ഓപ്ഷനും എന്താണ് കറക്റ്റാണ്, സി ഓപ്ഷനാണ് അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് ബാത്ചീത്ത് ചോദിച്ചിട്ടുണ്ട്, ചാർലി അമ്മയായിട്ടുള്ള ബാത്ചീത്ത്. അതുപോലെ തന്നെ ബച്ചെ കാംപർ ജാ രഹാ ഹേ എന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനകത്ത് ഭയാനക പങ്ക്തി, അതിൻ്റെ വിശേഷൺ ശബ്ദം ഏതാണ്, ഭയാനകമാണ്. ഇനി കവിതയുടെ ആശയം എഴുതാനായിട്ട് ചോദിക്കുന്നുണ്ട്. അയാം കലാം എന്ന ചാപ്റ്ററിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ചോട്ടു സിർഫ് ചോട്ടു ഹോനെ നെഹി ജീന ചാഹിയെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എന്താണ്, കലാം ജൈസ ബനാന, അതാണ് കലാമിനെ പോലെ ആവണം എന്നുള്ളതാണ് ചോട്ടുവിൻ്റെ ആഗ്രഹം. അതാണ് ബി ഓപ്ഷനാണ്. അടുത്തത് ചോട്ടു കി കലാകാരി കി പ്രശംസ ബോട്ടീസ ക്യോം കർത്തി ഹേ. ആൻസർ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എഴുതാൻ പറ്റും. അടുത്തത് വാക്യ പിരമിഡാണ്. छोटू जाता है, छोटू स्कूल जाता है, छोटू खुशी से स्कूल जाता है, नायक छोटू स्कूल खुशी से स्कूൾ जाता है. അടുത്തത് ബീർബഹൂട്ടിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സഹീബ് കറക്റ്റായിട്ടുള്ളത് ചുൻകർലിഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറ്റും. ഇതിനകത്ത് ഏതാണ് വരിക, മുജെ എന്നതിന് 2+കോ ആയിട്ടായിരിക്കും വരുന്നത്. സോ അത് നന്നായി പഠിക്കുക. അടുത്തത് കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു തന്നിരിക്കുന്ന പാഠഭാഗത്ത് നിന്ന് എഴുതാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ദൂസരെ സ്കൂളിൽ പോകുന്നതെന്നുള്ളത്, എന്തുകൊണ്ടാണ് അത്രയും ക്ലാസ് വരെയുള്ളൂ. സോ അടുത്ത സ്കൂളിലേക്ക് പോകണം. ഇനി അടുത്തത് ഓർ ക്വസ്റ്റ്യനാണ്. സച്ചേ ദോസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽ ടിപ്പണി എഴുതാനും പട്കഥ എഴുതാനുമായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അടുത്തത് ദിശാഹിൻ ദിശ എന്നതിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈസിയാണ് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിച്ചെഴുതാനായിട്ട്. അടുത്തത് ഇതിനകത്ത് എന്താണ് ആൻസർ വരിക, ഗാമോഷ് ഹോഗയ എന്നുള്ളതിനകത്ത് ഗാമോഷ് ഹോഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് മൗന ഹോഗയ ഹോജാന എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി മല്ലാഹ് കോ കെ ഗാമോഷ് ഹോഗയ ക്യാ പ്രഭാവ് ലേഖ പർ ഹുവാ ഹേ. അതായത് അടുത്ത വരി പറയുന്നുണ്ട് തണുപ്പാണ് നാവ്, ഇതെല്ലാം അടുത്ത ഒരു വരിയിൽ മൊത്തം അവർ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അത് തന്നെ നോക്കി എഴുതിയാലും ആൻസറായി. രാത്രിയും കോൾഡും നാവും എല്ലാം അവരെന്ത് ചെയ്തു, മറന്നുപോയി. അതിനകത്ത് അവർ ലയിച്ചു പോയി. അതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അടുത്തത് കറക്റ്റ് ആയിട്ടുള്ളത് മാച്ച് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. സമുദ്ര തട്ട് കെ പ്രതി മോഹൻ രാകേഷ് കാ വിശേഷണ ആകർഷണ ദ. അടുത്തത് गोवे में अनेक सुंदर समुद्र तट है. അടുത്തത് മല്ലാഹ് ने गाँव में बैठकर എന്താണ് ഗസൽ സുനായി. അടുത്തത് ബൂട്ടെ മല്ലാഹി ഗായൻ में लेग और मित्र लीन हो गया. അപ്പോൾ അത് ആയി, നിങ്ങൾക്കത് ഈസി ആയിട്ട് മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ടാക്കൂർ കാക്കുവയിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതൊരു 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആനെ ലഗ എന്നാണ് ആൻസർ വരിക. നിങ്ങൾക്കറിയാം പുല്ലിംഗ് സ്ത്രീലിംഗ്. പ്രകാശ് എന്ന് പറയുമ്പം പുല്ലിംഗ് ആയതുകൊണ്ടാണ്
ലഗ എന്ന് വന്നിരിക്കുന്നത്. ലഗയ്ക്ക് മുമ്പിൽ നേ വരണം. സോ ആനെ ലഗ. അടുത്തത് വന്നിരിക്കുന്ന പോസ്റ്റർ എഴുതാനും ലഘുലേഖ എഴുതാനുമായിട്ടാണ്. പോസ്റ്റർ എന്താണ്? ജാതിപ്രഥ അഭിശാപ ഹേ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട്. ഞാൻ പ്രിഫർ ചെയ്യുക പോസ്റ്റർ ആട്ടോ ലഘുലേഖയേക്കാൾ, കാരണം ടൈം സേവിങ് ആണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ആൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പറ്റുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. ബൈ.